ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാലെടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പ് ഹലുവയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഹലുവ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം വെള്ളത്തിലിട്ട് നന്നായി കുതിർത്ത് അരച്ചെടുക്കണം. ഞാനിവിടെ പാല് എടുക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ പാലെടുത്തിട്ട് വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാം. 2 രീതിയിലും തയ്യാറാക്കാവുന്നതാണ്. രണ്ടും ഒരുപോലെ ടേസ്റ്റിയാണ്. പാലെടുക്കാതെ തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി മുറുക്കമുണ്ടാവും ഹലുവയ്ക്ക്. ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും തരി ഇല്ലാതെ അരച്ചെടുക്കണം. പാലെടുക്കാതെ തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക തന്നെ വേണം. അപ്പോൾ നമുക്കിത് കഴുകിയിട്ടൊന്ന് കുതിർക്കാനായി വെക്കാം. ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എടുക്കുന്ന ഗോതമ്പിൻ്റെ അളവനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഹലുവ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഗോതമ്പ് നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഉരുളിയോ അങ്ങനെ എന്തെങ്കിലും പാത്രം എടുത്താൽ മതിയാവും. ചുവട് കട്ടിയുള്ള പാത്രമല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നല്ല കട്ടി തേങ്ങാപ്പാലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കിലോ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉരുക്കി നന്നായിട്ട് അരിച്ച് കല്ലൊക്കെ കളഞ്ഞ ശർക്കരയാണ്. ഉപ്പ് ഒരുമിച്ച്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചധികം സമയം തന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഹലുവ കുറച്ച് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി സ്വല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് പാലെടുക്കാതെ ചെയ്യുന്നത് കൊണ്ട് ഇത് മുറുകി വരാൻ കുറച്ചും കൂടി ടൈം എടുക്കും. ഇത് മുറുകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നെയ്യ് ഇടയ്ക്കിടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടിയിൽ പിടിക്കാത്ത വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഹലുവ ഇവിടെ മുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഹലുവ ഇവിടെ പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിതിവിടെ നെയ്മയം പുരട്ടിയ 2 മോൾഡിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഹലുവ നമുക്കിവിടെ മുറിച്ചെടുക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.